ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിതമായ സംഭവങ്ങളുണ്ടാകാം. അസുഖങ്ങൾ, അപകടങ്ങൾ, മരണം എന്നിവയെല്ലാം നമ്മുടെ കുടുംബത്തിന്റെയും സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. ഈ അനിശ്ചിതത്വത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു താങ്ങാകാനും ഇൻഷുറൻസ് പദ്ധതികൾക്ക് കഴിയും. പണ്ടുകാലത്ത് ഇൻഷുറൻസ് എന്നത് ചെലവേറിയ ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. വളരെ കുറഞ്ഞ നിരക്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായും സൗജന്യമായി പോലും ഇൻഷുറൻസ് പദ്ധതികൾ ഇന്ന് ലഭ്യമാണ്. സർക്കാർ, സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കുകൾ എന്നിവർ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബിമാ യോജന, പ്രധാൻ മന്ത്രി സുരക്ഷാ ബിമാ യോജന തുടങ്ങിയവ ഇത്തരത്തിൽ ചിലവ് കുറഞ്ഞ ചില പദ്ധതികളാണ്. ഓരോ പദ്ധതിയും വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതിനാൽ ഏറ്റവും അനുയോജ്യമായ പദ്ധതി തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ്. ജീവനും ആരോഗ്യവുമായി ബന്ധപ്പെട്ട 3 പ്രധാന ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ഈ പദ്ധതികൾ എങ്ങനെ നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് മനസ്സിലാക്കാൻ ഇനിയുള്ള വിശദീകരണം നിങ്ങളെ സഹായിക്കും. 1. പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്. അപ്രതീക്ഷിത അപകടം മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളിൽ വളരെ ഉപകാരമാകുന്ന ഒന്നാണ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്. റോഡപകടങ്ങൾ, വീഴ്ചകൾ, തീപ്പൊള്ളൽ തുടങ്ങി ഏതുതരം അപകടങ്ങൾക്കും ഈ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നവയാണ്. ഒരു അപകടം മൂലം പോളിസി എടുത്തയാൾ മരണപ്പെട്ടാൽ നോമിനിക്ക് ഒരു നിശ്ചിത തുക ലഭിക്കും. അത്തരമൊരു അവസരത്തിൽ ഈ തുക അയാളുടെ കുടുംബത്തിന് സാമ്പത്തികമായി സഹായകമാകും. അപകടം മൂലം പോളിസി എടുത്തയാൾക്ക് താൽക്കാലികമായോ സ്ഥിരമായോ വൈകല്യം സംഭവിച്ചാൽ അതിനായി ഒരു സാമ്പത്തിക സഹായം ലഭിക്കും. വൈകല്യം മൂലം ജോലി ചെയ്യാൻ കഴിയാതാവുകയും വരുമാനം നഷ്ടപ്പെടുകയും ചെയ്താൽ ഈ തുക അയാൾക്ക് വളരെ ഉപകാരപ്രദമാകും. ചില പോളിസികൾ അപകടം മൂലമുണ്ടാകുന്ന ആശുപത്രിവാസത്തിന്റെയും ചികിത്സയുടെയും ചെലവ് വഹിക്കും. ഇത് സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ സ്കീമിന്റെ പ്രധാന പ്രത്യേകത. ഈ സ്കീമിന്റെ മികച്ച ഒരു ഉദാഹരണമാണ് പ്രധാൻ മന്ത്രി സുരക്ഷാ ബിമാ യോജന. ഇതിൽ വെറും 20 രൂപ പ്രീമിയം അടച്ചാൽ ഒരു വർഷത്തേക്ക് 2 ലക്ഷം രൂപയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഈ കാരണങ്ങളാൽ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ഏതൊരാൾക്കും വളരെ ഉപകാരപ്രദവും എന്നാൽ സാമ്പത്തിക നഷ്ടമില്ലാത്ത ഒരു സ്കീമുമാണ്. 2. ടേം ഇൻഷുറൻസ്. ഒരു കുടുംബത്തിന്റെ ഭാവിയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് ടേം ഇൻഷുറൻസ്. ഒരു നിശ്ചിത കാലയളവിലേക്ക് കവറേജ് നൽകുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് ടേം ഇൻഷുറൻസ്. പോളിസി കാലയളവിൽ പോളിസി എടുത്തയാൾ ഏതെങ്കിലും കാരണത്താൽ മരണപ്പെട്ടാൽ നോമിനിക്ക് ഒരു നിശ്ചിത തുക ഈ സ്കീം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പോലെ അപകടത്തിനോ മറ്റ് ആശുപത്രി ചിലവുകൾക്കോ യാതൊരു ആനുകൂല്യങ്ങളും ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നില്ല. മറിച്ച് പോളിസിയെടുത്ത ആൾ മരണപ്പെട്ടാൽ മാത്രമാണ് തുക നൽകുന്നത്. ടേം ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നവയാണ്. പോളിസിയെടുത്ത ആളുടെ അഭാവത്തിൽ അയാളുടെ കുടുംബത്തിന് സാമ്പത്തികമായി സ്വയംപര്യാപ്തരാകാൻ ടേം ഇൻഷുറൻസ് സഹായിക്കുന്നു. ഉയർന്ന കവറേജ്, കുറഞ്ഞ പ്രീമിയം. മറ്റ് ജീവിത ഇൻഷുറൻസ് പദ്ധതികളെ അപേക്ഷിച്ച് ടേം ഇൻഷുറൻസിന് കുറഞ്ഞ പ്രീമിയം മതിയാകും. അതുകൊണ്ട് കൂടുതൽ പരിരക്ഷ കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നു. റൈഡർ ഓപ്ഷനുകൾ. പോളിസി എടുക്കുന്ന ആളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ടേം ഇൻഷുറൻസ് പദ്ധതിയിൽ ആഡ് ഓണുകൾ ചേർക്കാം. ഉദാഹരണത്തിന് ഗുരുതരമായ അസുഖങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന റൈഡറുകൾ, അപകട മരണ ആനുകൂല്യങ്ങൾ, പ്രീമിയം ഒഴിവാക്കൽ തുടങ്ങിയവ. നികുതി ആനുകൂല്യങ്ങൾ. ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം ടേം ഇൻഷുറൻസിന് നൽകുന്ന പ്രീമിയങ്ങൾക്ക് നികുതി ഇളവ് ലഭിക്കും. അതായത് നിങ്ങളുടെ നികുതി ബാധ്യത കുറയ്ക്കാൻ ടേം ഇൻഷുറൻസ് സഹായിക്കുന്നു. ടേം ഇൻഷുറൻസ് എന്നത് ഒരു കുടുംബത്തിന്റെ ഭാവിക്കുവേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ജീവിതത്തിൽ ഒരു അനിശ്ചിതഘട്ടമുണ്ടായാൽ അപ്പോൾ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ടേം ഇൻഷുറൻസിന് കഴിയും. ഈ സ്കീമിന്റെ മികച്ച ഒരു ഉദാഹരണമാണ് പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബിമാ യോജന. ഇതിൽ 436 രൂപ പ്രീമിയം അടച്ചാൽ ഒരു വർഷത്തേക്ക് 2 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. 3. ആരോഗ്യ ഇൻഷുറൻസ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ്. പെട്ടെന്ന് ഉണ്ടാകുന്ന അസുഖങ്ങൾ, പരിക്കുകൾ, ആശുപത്രിവാസം എന്നിവ മൂലമുണ്ടാകുന്ന ചികിത്സാ ചെലവുകൾ വഹിക്കുന്ന ഒരു പദ്ധതിയാണ് ആരോഗ്യ ഇൻഷുറൻസ്. ഇത് നിങ്ങൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനൊപ്പം സാമ്പത്തിക ഭാരം കുറക്കാനും സഹായിക്കുന്നു. ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന സുരക്ഷ ഇനി പറയുന്നവയാണ്. ആശുപത്രി ചെലവുകൾ. ആശുപത്രിയിൽ താമസിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മുറിവാടക, ഡോക്ടറുടെ ഫീസ്, മരുന്നുകൾ, ടെസ്റ്റുകൾ തുടങ്ങിയ ചെലവുകൾ ഇൻഷുറൻസ് കമ്പനി വഹിക്കും. ഔട്ട്പേഷ്യന്റ് ചികിത്സ. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാതെ തന്നെ ഡോക്ടറെ കാണുന്നതിനും മരുന്നുകൾ വാങ്ങുന്നതിനുമുള്ള ചെലവുകൾ ചില പോളിസികൾ നൽകുന്നു. ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന പക്ഷം അതിനുള്ള ചെലവും ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടും. ഗുരുതര അസുഖങ്ങൾ. കാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ ഗുരുതര അസുഖങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വന്നാൽ അതിനുള്ള ചെലവുകൾ വഹിക്കുന്ന പോളിസികളും ലഭ്യമാണ്.
ക്യാഷ്ലെസ് ചികിത്സ. നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയുമായി ടൈ അപ്പ് ചെയ്തിട്ടുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുകയാണെങ്കിൽ ചികിത്സാ ചെലവുകൾക്ക് പണം നൽകേണ്ടതില്ല. ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ആശുപത്രിയിലേക്ക് പണം അടയ്ക്കും. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ പ്രയോജനങ്ങൾ. സാമ്പത്തിക സുരക്ഷ. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾക്ക് സാമ്പത്തിക സഹായം ഈ പദ്ധതി ഉറപ്പാക്കുന്നു. മികച്ച ചികിത്സ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ചികിത്സ മാറ്റിവെക്കേണ്ടി വരില്ല. മാത്രമല്ല, നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യം സുരക്ഷിതമാണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് മനസ്സമാധാനം നൽകും. ആരോഗ്യ ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് എന്നിവ വ്യത്യസ്ത ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇൻഷുറൻസ് പദ്ധതികളാണ്. ആരോഗ്യ ഇൻഷുറൻസ് അസുഖങ്ങൾക്കും അപകടങ്ങൾക്കുമുള്ള ചികിത്സാ ചെലവുകൾ വഹിക്കുന്നു. ആശുപത്രിവാസം, ശസ്ത്രക്രിയ, മരുന്നുകൾ എന്നിവയ്ക്കെല്ലാം ഇത് സഹായകരമാണ്. ടേം ഇൻഷുറൻസ് ഒരു നിശ്ചിത കാലയളവിൽ പോളിസി എടുത്തയാൾ മരിച്ചാൽ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷ നൽകുന്നു. കടങ്ങൾ വീട്ടാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഇത് ഉപയോഗിക്കാം. പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണം, അംഗവൈകല്യം, മറ്റു പരിക്കുകൾ എന്നിവയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നു. ഇത് വരുമാന നഷ്ടം നികത്താനും ചികിത്സാ ചെലവുകൾക്കും സഹായിക്കുന്നു. ഈ 3 തരം ഇൻഷുറൻസുകളും സാമ്പത്തിക ആസൂത്രണത്തിൽ പ്രധാനമാണ്. അതിനാൽ ഇതുവരെയും യാതൊരുവിധ ഇൻഷുറൻസ് പോളിസികളും ഇല്ലാത്തവർ എത്രയും വേഗം ഏതേലും ഒരു പദ്ധതിയിൽ അംഗമാകുന്നത് നല്ലതാണ്. അപകട ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസിന് പ്രീമിയവും നിബന്ധനകളും കൂടുതലായിരിക്കും. പലരും പറയാറുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടും എനിക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചില്ല. പോളിസിയെക്കുറിച്ചും അതിലെ നിബന്ധനകളെക്കുറിച്ചും വ്യക്തമായ അറിവില്ലായ്മയാണ് ഇതിന്റെ പ്രധാന കാരണം. അതിനാൽ വലിയ തുകയുടെ പോളിസി വാങ്ങുന്നതിനു മുമ്പ് നല്ല രീതിയിൽ അറിവുള്ള ഒരു ഇൻഷുറൻസ് ഏജന്റ് വഴി മാത്രം പോളിസി എടുക്കുക. ഇൻഷുറൻസ് പോളിസി എന്നത് 2 കക്ഷികൾ തമ്മിലുള്ള ഒരു കരാറാണ്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനിശ്ചിതത്വങ്ങൾക്കെതിരെ സാമ്പത്തിക പരിരക്ഷ നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ഈ പരിരക്ഷ ചില നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. ഈ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നന്നായി മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. കാരണം പ്രവചിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ നേരത്തെ അറിയാവുന്നതോ ആയ ഒരു സംഭവത്തിനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ഇൻഷുറൻസ് എന്നത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഭാവിയെ സുരക്ഷിതമാക്കാനുള്ള ഒരു പ്രധാന ഉപാധിയാണ്. അപ്രതീക്ഷിതമായ സംഭവങ്ങളുണ്ടാകുമ്പോൾ സാമ്പത്തികമായ ഒരു താങ്ങായി ഇൻഷുറൻസ് മാറും. എന്നാൽ ശരിയായ അറിവോടുകൂടി വേണം ഇൻഷുറൻസ് പദ്ധതികൾ തിരഞ്ഞെടുക്കാൻ. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതി തിരഞ്ഞെടുക്കുന്നതിന് ഒരു ഇൻഷുറൻസ് വിദഗ്ധന്റെ സഹായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. പോളിസി എടുക്കുന്നതിനു മുമ്പ് അതിലെ എല്ലാ നിബന്ധനകളും വ്യക്തമായി മനസ്സിലാക്കുക. പ്രീമിയം, കാലാവധി, കവറേജ്, ഒഴിവാക്കലുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഓരോ പോളിസിക്കും അതിന്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ പോളിസി തിരഞ്ഞെടുക്കുക. ഇൻഷുറൻസ് എന്നത് ഒരു ചെലവല്ല, മറിച്ച് ഒരു നിക്ഷേപമാണ്. ഭാവിയിൽ ഉണ്ടാകാവുന്ന അനിശ്ചിതത്വങ്ങളിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള ഒരു നിക്ഷേപം. ഈ ചാനലിലെ ഓരോ വീഡിയോയിലും പങ്കുവെക്കുന്ന വിവരങ്ങൾ ആ വീഡിയോ പ്രസിദ്ധീകരിക്കുന്ന സമയത്തുള്ള സാഹചര്യങ്ങൾ, നിയമങ്ങൾ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ്. ഒരു പക്ഷേ ഭാവിയിൽ ഈ വിവരങ്ങൾക്ക് മാറ്റമുണ്ടാകാം. അതിനാൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അതിനായുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്.